താഴെ ഒഴിവാക്കാൻ പാടില്ല. ഈ സമയത്ത് വലിയ ബർക്കത്തല്ല. ആ സമയം പരിഗണിച്ച ഒരാള് ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ 7000 ആകാശങ്ങളെക്കാളും 7000 ഭൂമിയെക്കാളും വിശാലതയുള്ള സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ദിക്റിന് അല്ലാഹു കൊടുക്കും. കാലത്ത് വലിയ പണ്ഡിതന്മാർ ആ സമയത്തുള്ള നേട്ടങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തിൽ അവർ പതിവാക്കുകയും ചെയ്തിരുന്ന മഹത്തായ ഒരു ദിക്ർ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ഈ ഒരു ദിക്ർ 7 തവണ അത്താഴ സമയത്ത് ചൊല്ലാൻ മഹാന്മാർ പഠിപ്പിച്ചു. സുബഹിക്ക് മുമ്പായിട്ട് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഈ ദിക്ർ ഓരോ തവണ ചൊല്ലുമ്പോഴും 1000 നന്മ വീതം എഴുതുകയും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും 1000 തിന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. അതുപോലെ തന്നെ 1000 ദറജ സ്ഥാനം അല്ലാഹു ഉയർത്തുകയും ചെയ്യും.